നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. കടമെടുപ്പ് പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി ചോദ്യം ചെയ്ത് കേരളത്തിൻ്റെ ഒറിജിനൽ സ്യൂട്ട് സുപ്രീം കോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടു. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ 293 അനുച്ഛേദത്തിലെ വ്യവസ്ഥകളുടെ വിശദമായ വ്യാഖ്യാനം ആവശ്യമായ ഗൗരവമായ നിയമപ്രശ്നങ്ങളാണ് കേരളം ഉന്നയിച്ചതെന്ന് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് കെ വി വിശ്വനാഥനും അംഗമായ ബെഞ്ച് നിരീക്ഷിച്ചു. അതേസമയം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഇടക്കാല ആശ്വാസം എന്ന നിലയിൽ 10,000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. സംസ്ഥാനങ്ങൾ കൂടുതൽ കടമെടുത്താൽ വരും വർഷങ്ങളിൽ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവുകൾ വരുത്താമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് സുപ്രീം കോടതി വിശദീകരിച്ചു. കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നേരത്തെ 13,608 കോടി രൂപ കടമെടുക്കാൻ കേരളത്തിന് വഴിയൊരുങ്ങിയിരുന്നു. അതിനാൽ 2023-24 സാമ്പത്തിക വർഷം സംസ്ഥാനത്തിന് മതിയായ സഹായം ലഭിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് കേരളത്തിന്റെ സ്യൂട്ട് പരിഗണിക്കാൻ 5-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും. 293 അനുച്ഛേദവുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ സുപ്രീം കോടതി ഇതേവരെ ആധികാരികമായ വിധിന്യായങ്ങളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ലെന്നതും കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടാൻ കാരണമായി. സാമ്പത്തിക ഫെഡറലിസം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ഒരു സംസ്ഥാനം പരമോന്നത നീതിപീഠത്തെ സമീപിക്കുന്നത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ 293 അനുച്ഛേദവുമായി ബന്ധപ്പെട്ട ഗൗരവതരമായ നിയമപ്രശ്നങ്ങളാണ് കേരളം ഉന്നയിച്ചത്. ഇതുവരെ സുപ്രീം കോടതി ഇത്തരം നിയമപ്രശ്നങ്ങളിൽ പ്രാമാണികമായ വിധിന്യായങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കേരളത്തിന്റെ സ്യൂട്ട് ഭരണഘടനാ ബെഞ്ചിനെ വിട്ട് സുപ്രീം കോടതി ഉത്തരവായത്. മധ്യപ്രദേശിലെ ഭോജ്ശാല കമാൽ മൗല മസ്ജിദ് തർക്ക സ്ഥലത്തെ ASI സർവേ നിർത്തിവെക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ഭോജ്ശാല കമാൽ മൗല മസ്ജിദ് കോംപ്ലക്സിൽ ASI സർവേ നടത്തണമെന്ന് ഉത്തരവിട്ട മധ്യപ്രദേശ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി നൽകിയ അപ്പീൽ ഹർജിയാണ് തള്ളിയത്. ശാസ്ത്രീയ സർവേ സംബന്ധിച്ച് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ മാർച്ച് 11 വിധിയെ ചോദ്യം ചെയ്ത് മൗലാന കമാലുദ്ദീൻ വെൽഫെയർ സൊസൈറ്റി നൽകിയ ഹർജിയിൽ ജസ്റ്റിസുമാരായ ഋഷികേശ് റോയ്, PK മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് കേന്ദ്ര സർക്കാരിനും മധ്യപ്രദേശ് സർക്കാരിനും ASIക്കും നോട്ടീസ് അയച്ചിരുന്നു. സർവേ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി നടപടി സ്വീകരിക്കണമെന്നും സുപ്രീം കോടതി ഇടക്കാല നിർദ്ദേശം പുറപ്പെടുവിച്ചു. സമുച്ചയത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരാൻ സാധ്യതയുള്ളതിനാൽ ഭൗതിക ഖനനം നടത്തരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഭോജ്ശാല സമുച്ചയം ക്ഷേത്രമാണെന്ന് വാദിച്ച് കഴിഞ്ഞ വർഷമാണ് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചത്. ഹിന്ദു ഫ്രണ്ട് ഫോർ ജസ്റ്റിസാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഭോജ്ശാലയിൽ ദിവസവും പ്രാർത്ഥന നടത്തുന്നത് 2003 ASI വിലക്കിയിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഹിന്ദു വിഭാഗം കോടതിയെ സമീപിച്ചത്. കമാൽ മൗല പള്ളിയിൽ നടക്കുന്ന പ്രാർത്ഥന തടയണമെന്നും ആവശ്യമുണ്ട്. ഭോജ്ശാല നിലവിൽ ASI മേൽനോട്ടത്തിലാണുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടം പൂർണ്ണമായി സരസ്വതി ക്ഷേത്രമാണെന്നാണ് ഹിന്ദു വിഭാഗം വാദിക്കുന്നത്. 2003 ASI ഉത്തരവ് പ്രകാരം ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പൂജ നടക്കുന്നുണ്ട്. ഇതിനോട് ചേർന്നുള്ള കമാൽ മൗല മസ്ജിദിൽ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരവും നടക്കുന്നുണ്ട്. ഉത്തർപ്രദേശിലെ ഗ്യാൻവാപ്പി പള്ളി കേസിൽ പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് നൽകി. പൂജ അനുവദിച്ച ജില്ലാ കോടതി ഉത്തരവ് അലഹബാദ് ഹൈക്കോടതി ശരിവെച്ചത് ചോദ്യം ചെയ്താണ് പള്ളി കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹിന്ദു വിഭാഗത്തിന് നോട്ടീസ് നൽകിയ സുപ്രീം കോടതി പക്ഷേ നിലവറയിലെ പൂജയ്ക്ക് സ്റ്റേ അനുവദിച്ചില്ല. ജൂലൈയിൽ കേസിൽ അന്തിമവാദം കേൾക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഇതോടെ പള്ളിക്ക് അകത്ത് പൂജ തുടരും. ഗ്യാൻവാപ്പിയിലെ തെക്കൻ നിലവറയിലെ പൂജ സ്റ്റേ ചെയ്യണമെന്ന മസ്ജിദ് കമ്മിറ്റിയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിലവറയിലെ പൂജ പള്ളിയിലെ നിസ്കാരത്തിന് തടസ്സമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തൽക്കാലം രണ്ടും തുടരട്ടെ എന്ന് വ്യക്തമാക്കി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഗ്യാൻവാപ്പി പള്ളിയിലെ തെക്കേ നിലവറയ്ക്ക് പൂജയ്ക്ക് അനുമതി നൽകിയ ജില്ലാ കോടതി ഉത്തരവിൽ നിലവിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതിയുടെ അപ്പീൽ തള്ളിയത്. എല്ലാ തെളിവുകളും പരിശോധിച്ചാണ് ജില്ലാ കോടതി ഉത്തരവിട്ടത്. 1993 വരെ നിലവറകളിൽ പൂജ നടന്നിരുന്നു എന്നതിന് വ്യക്തമായ രേഖകളുണ്ട്. ഇത് തടഞ്ഞ അന്നത്തെ സംസ്ഥാന സർക്കാർ നടപടി നിയമവിരുദ്ധമാണ്. ആരാധന നടത്താനുള്ള വ്യാസ് കുടുംബത്തിന്റെ അവകാശം ഹനിക്കപ്പെട്ടു. ഇത് ആരാധനാ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ 25-ാം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും ഉത്തരവിൽ പറഞ്ഞു. വ്യാസ് കുടുംബത്തിന്റെ കൈവശമായിരുന്നില്ല നിലവറകൾ എന്ന പള്ളി കമ്മിറ്റിയുടെ വാദം കോടതി തള്ളി. 4 ദിവസം വിശദമായ വാദം കേട്ടിട്ടാണ് ഹൈക്കോടതി വിധി പറഞ്ഞത്. പള്ളിക്ക് താഴെ തെക്ക് ഭാഗത്തുള്ള നിലവറയിൽ വിഗ്രഹങ്ങളുണ്ടെന്ന് കാട്ടിയാണ് ആരാധനയ്ക്കുള്ള ഹർജി എത്തിയത്. ഹിന്ദു വിഭാഗത്തിന്റെ വാദം ഹൈക്കോടതിയിലും അംഗീകരിക്കുകയായിരുന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുമ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനോടൊപ്പം 100% വോട്ടർ വേരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ VVPAT രസീതുകൾ കൂടി എണ്ണണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. നിലവിൽ ലോക്സഭാ മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കുന്ന 5 EVMകളിലെ VVPAT സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇതിന് പകരം എല്ലാ വോട്ടിംഗ് മെഷീനൊപ്പവും ഉള്ള VVPATകളിലെയും സ്ലിപ്പുകൾ എണ്ണണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് BR ഗവായി, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചത്. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം സമർപ്പിച്ച ഹർജിക്കൊപ്പം ഈ ഹർജിയും ടാഗ് ചെയ്തുകൊണ്ടാണ് ബെഞ്ച് ഉത്തരവിറക്കിയത്. ഒന്നിന് പിന്നാലെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വേണം VVPAT എണ്ണാൻ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശത്തെയും ഹർജിയിൽ ചോദ്യം ചെയ്തു. ഇത് അനാവശ്യമായ കാലതാമസമുണ്ടാക്കുമെന്നും ഒരേ സമയം കൂടുതൽ VVPAT വോട്ടുകൾ എണ്ണാൻ അനുവദിക്കുകയും വോട്ടെണ്ണാനായി ഓരോ മണ്ഡലത്തിലും കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും ചെയ്താൽ 5-6 മണിക്കൂർ കൊണ്ട് മുഴുവൻ VVPAT വോട്ടുകളും എണ്ണാൻ കഴിയുമെന്നും ഹർജിയിൽ പറയുന്നു. 24 ലക്ഷത്തോളം VVPAT വോട്ടിംഗ് മെഷീനുകൾ വാങ്ങാനായി 5000 കോടിയോളം രൂപയാണ് സർക്കാർ ചെലവഴിച്ചത്. എന്നാൽ നിലവിൽ വെറും 20,000-ഓളം EVMകളിലെ VVPAT വോട്ടുകൾ മാത്രമേ എണ്ണുന്നുള്ളൂ. VVPAT എണ്ണിയപ്പോഴുണ്ടായ ഫലവും EVMൽ നിന്നുണ്ടായ ഫലവും തമ്മിൽ വലിയ അന്തരമുണ്ടായതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതിനാൽ VVPAT രസീതുകൾ പൂർണ്ണമായി എണ്ണണം. കൂടാതെ വോട്ടർക്ക് തന്റെ വോട്ട് കൃത്യമായി സ്ഥിരീകരിക്കാൻ അവസരമൊരുക്കണം. ഇതിനായി VVPAT രസീത് സ്വയം ബാലറ്റ് പെട്ടിയിലിടാൻ വോട്ടർമാരെ അനുവദിക്കണമെന്നും ഹർജിയിൽ പറഞ്ഞു. നിലവിൽ 7 സെക്കൻഡ് സമയം മാത്രമാണ് VVPAT രസീത് വോട്ടർക്ക് കാണാൻ സാധിക്കുക. EVMൽ വോട്ട് രേഖപ്പെടുത്തിയ ഉടൻ മെഷീനുള്ളിൽ പ്രത്യക്ഷപ്പെടുന്ന VVPAT രസീത് ചില്ലിലൂടെ നോക്കി മാത്രമേ വോട്ടർക്ക് വോട്ട് സ്ഥിരീകരിക്കാൻ കഴിയൂ. 7 സെക്കൻഡിന് ശേഷം രസീത് താഴെ സജ്ജമാക്കിയ പെട്ടിയിലേക്ക് സ്വയം വീഴും. മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കർ നാരായണനും നേഹ റാത്തിയുമാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായത്. കേരളത്തിൽ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യമായ കർമ്മപദ്ധതി രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്ന ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ PV Enver MLAക്ക് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൽ കോടതികൾക്ക് ഇടപെടാൻ പരിമിതികളുണ്ടെന്ന് ജസ്റ്റിസ് സുധാൻശു ധൂലിയ നിരീക്ഷിച്ചു. ഓരോ സംസ്ഥാനത്തെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നും ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം ഹൈക്കോടതി മുമ്പാകെ ഉന്നയിക്കുന്നതാണ് ഉചിതമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിക്കാരനെ രൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ചു. ഹർജിയിൽ മഹാത്മാഗാന്ധിയെ പോലും വെറുതെ വിട്ടിട്ടില്ലെന്നും ഹർജിക്കാരന്റെ വിശ്വാസ്യത പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി പറഞ്ഞു. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷന്റെ കട്ടക് ജില്ലാ സെക്രട്ടറിയാണ് പരാതിക്കാരനായ പിനാക് പാനി മൊഹന്തി. ഹർജിക്കാരനായ പിനാക് പാനി മൊഹന്തി പൊതുതാൽപര്യത്തിനും ജനങ്ങളുടെ മനുഷ്യാവകാശത്തിനും വേണ്ടി എന്താണ് ചെയ്തതെന്ന് ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചോദിച്ചു. ആരാണ് നിങ്ങളുടെ പിന്നിൽ? പൊതു താൽപര്യത്തിനായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ബെഞ്ച് ചോദിച്ചു. ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങൾക്കായി നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ സത്യസന്ധത ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. സമൂഹത്തിന് വേണ്ടി മനുഷ്യാവകാശ മേഖലയിലും പരാതിക്കാരൻ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ വിവരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ സുപ്രീം കോടതി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. 4 ആഴ്ചകൾക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ആദായ നികുതി കുടിശ്ശികയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചു. കോൺഗ്രസിന് നൽകിയ 3586 കോടി രൂപയുടെ നോട്ടീസിൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ തുടർ നടപടികൾ ഉണ്ടായില്ലെന്ന് ആദായ നികുതി വകുപ്പ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. മാർച്ച് മാസത്തെ അവസാനത്തെ ദിവസങ്ങളിൽ കോൺഗ്രസിന് ആദായ നികുതി വകുപ്പ് കൈമാറിയത് 3586 കോടി രൂപയുടെ നോട്ടീസായിരുന്നു. ഈ നോട്ടീസുകളിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു നടപടിയും എടുക്കില്ലെന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കിയത്. കോൺഗ്രസ് ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമല്ലെന്ന് സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. എല്ലായ്പ്പോഴും ഒരാളെക്കുറിച്ച് നെഗറ്റീവായ കാര്യം മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കരുതെന്ന് ബെഞ്ചിന് നേതൃത്വം നൽകിയ ജസ്റ്റിസ് BB നാഗരത്ന കോൺഗ്രസിന് വേണ്ടി ഹാജരായ അഭിഭാഷകരോട് പറഞ്ഞു. ചില സമയങ്ങളിൽ തങ്ങൾ മിണ്ടാട്ടമില്ലാത്തവരായി പോവുകയാണെന്ന് സിംഗ്വി കോടതിയിൽ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ പുതിയ അപേക്ഷയിൽ ആദായ നികുതി വകുപ്പിന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സീതാറാം കേസരി കോൺഗ്രസ് ട്രഷററായിരുന്ന 1994-95 സാമ്പത്തിക വർഷത്തിലെ ആദായ നികുതി തർക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് 2016 നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഹർജിക്കൊപ്പം പുതുതായി ലഭിച്ച നോട്ടീസുകൾക്കെതിരായ അപേക്ഷകളും ഒന്നിച്ചു പരിഗണിക്കണമെന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4 പുറത്തുവരുമെന്നും അതിനാൽ ജൂൺ 2 വാരം കോൺഗ്രസിന്റെ ഹർജി പരിഗണിക്കണമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആവശ്യപ്പെട്ടു. അതിനു മുമ്പ് ആദായ നികുതി വകുപ്പിന് ഇക്കാര്യത്തിലുള്ള മറുപടി ഫയൽ ചെയ്യാമെന്നും തുഷാർ മേത്ത അറിയിച്ചു. എന്നാൽ ജൂണിൽ കോടതിക്ക് അവധിയാണെന്നും അതിനാൽ ജൂലൈ 24 പരിഗണിക്കാമെന്നും വ്യക്തമാക്കി ഹർജി സുപ്രീം കോടതി മാറ്റി.
കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം കെ ജയരാജനെ പുറത്താക്കിയ ചാൻസലറുടെ ഉത്തരവ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതിനെതിരായ അപ്പീലിൽ ഇടപെടാൻ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലുള്ള വിഷയം അവിടെ തന്നെ പരിഗണിക്കാൻ അമിത് റാവൽ, എസ് ഈശ്വരൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. VC നിയമനത്തിനായുള്ള സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിന്റെ ഭാഗമായ ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയതിൽ UGCയുടെ ചട്ടം ലംഘിച്ചെന്നാരോപിച്ചാണ് കാലിക്കറ്റ് VCയെ ചാൻസലർ പുറത്താക്കിയത്. ഇത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ജയരാജന് സ്ഥാനത്ത് തുടരാമെന്ന് സിംഗിൾ ബെഞ്ച് ഇടക്കാല ഉത്തരവിട്ടു. മുൻ VC ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ചീഫ് സെക്രട്ടറി വിദ്യാഭ്യാസ മേഖലയിൽ പ്രഗത്ഭനല്ലെന്ന് പറയാനാകില്ലെന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. സിംഗിൾ ബെഞ്ചിന്റെ ഈ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു ചാൻസലറുടെ ആവശ്യം. ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടുത്തിയത് ചട്ടലംഘനമാണെന്നും ഈ സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുത്ത VCക്ക് തുടരാൻ നിയമപരമായി അർഹതയില്ലെന്നുമാണ് ചാൻസലറുടെ വാദം. സർവകലാശാലയ്ക്ക് വേണ്ടി PC ശശിധരൻ, VCക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രഞ്ജിത്ത് തമ്പാൻ എന്നിവർ ഹാജരായി. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ പ്രതി ചേർത്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കോടതി വിട്ടു. കസ്റ്റഡി കാലാവധി നീട്ടണമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടാത്തതിനെ തുടർന്ന് റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി കാവേരി ബവേജ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. തിഹാറിലെ 2ാം ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. ജയിലിൽ വായിക്കാൻ 3 പുസ്തകം അനുവദിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു. രാമായണം, ഭഗവത്ഗീത, നീർജ ചൗധരിയുടെ ഹൗ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്നീ ഗ്രന്ഥങ്ങളാണ് ആവശ്യപ്പെട്ടത്. ജയിലിൽ പ്രത്യേക ഭക്ഷണക്രമം തുടരാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ചു. അന്വേഷണത്തോട് കെജ്രിവാൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു കോടതിയിൽ പറഞ്ഞു. അറസ്റ്റിലായ ദിവസം മുതൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത കെജ്രിവാൾ ED ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാസ്വേഡ് നൽകാൻ കൂട്ടാക്കിയില്ലെന്നും അദ്ദേഹം കോടതിയിൽ പറഞ്ഞു. എൻഫോഴ്സ്മെന്റിന്റെ കസ്റ്റഡിയിലിരിക്കെ ഔദ്യോഗിക ഉത്തരവുകൾ ഇറക്കുന്നതിൽ നിന്ന് കെജ്രിവാളിനെ തടയണമെന്ന ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. കെജ്രിവാളിന്റെ കേസ് പരിഗണിക്കുന്ന ജഡ്ജി മുമ്പാകെ ഈ വിഷയം ഉന്നയിക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. സാമൂഹ്യ പ്രവർത്തകനെന്ന് അവകാശപ്പെട്ട സുർജിത് സിംഗ് യാദവാണ് കോടതിയെ ഇതുമായി സമീപിച്ചത്. കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ ED വീണ്ടും സമൻസ് അയച്ചതിനെതിരെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് നൽകിയ ഉപഹർജി പരിഗണിച്ച ഹൈക്കോടതി നിലവിലെ സ്ഥിതി തുടരാൻ നിർദ്ദേശം നൽകി. ഹർജി 5-ന് പരിഗണിക്കുന്നതുവരെയാണിത്. ഉപഹർജിയിൽ എതിർ സത്യവാങ്മൂലം നൽകുമെന്ന് ED പറഞ്ഞു. ജസ്റ്റിസ് TR രവിയാണ് ഹർജി പരിഗണിച്ചത്. മസാല ബോണ്ട് വഴിയുള്ള ഫണ്ട് കിഫ്ബി വിനിയോഗിച്ചതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നും ഇത് സംബന്ധിച്ച് തോമസ് ഐസക്കിന്റെ മൊഴി രേഖപ്പെടുത്തണമെന്നും ED നേരത്തെ ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു. തുടർന്ന് സമൻസ് നൽകി. ഇത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സമൻസും ചോദ്യം ചെയ്യലും തടയണമെന്നാണ് തോമസ് ഐസക് ആവശ്യപ്പെട്ടത്. എന്നാൽ തെരഞ്ഞെടുപ്പുമായി നടപടികൾക്ക് ബന്ധമില്ലെന്നും അന്വേഷണം നേരത്തെ തുടങ്ങിയതാണെന്നും തോമസ് ഐസക് സഹകരിക്കാത്തതിനാലാണ് നീണ്ടുപോകുന്നതെന്നും പ്രത്യേക പരിഗണന അർഹിക്കുന്നില്ലെന്നും ED പറഞ്ഞു. കിഫ്ബി നൽകിയ ഹർജിയോടൊപ്പം ഉപഹർജി 5-ന് പരിഗണിക്കാനായി മാറ്റി. സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ സംസ്ഥാന സർക്കാർ വിശദമായ മറുപടി, സത്യവാങ്മൂലം നൽകും. സാമ്പത്തിക വിദഗ്ധയും യൂണിവേഴ്സിറ്റി കോളേജ് മുൻ പ്രൊഫസറുമായ ഡോക്ടർ മേരി ജോർജ് നൽകിയ ഹർജി ജസ്റ്റിസുമാരായ A മുഹമ്മദ് മുഷ്താഖ്, MA അബ്ദുൽ ഹക്കീം എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ മിക്ക സർവകലാശാലകളിലും താൽക്കാലിക VCമാരാണ് ചുമതല വഹിക്കുന്നത്. ഇത് സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആക്ഷേപം. ഗവർണറെ കുറ്റപ്പെടുത്തിയാണ് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത്. സർവകലാശാല നിയമങ്ങളിൽ നിയമസഭ ഭേദഗതി വരുത്തിയെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഭേദഗതി അനുസരിച്ച് എക്സ് ഒഫീഷ്യോ ചാൻസലറായ ഗവർണർ ആവില്ല പുതിയ ചാൻസലർ. വൈസ് ചാൻസലറുടെ നിയമനാധികാരം ഗവർണറിൽ നിന്ന് എടുത്തു കളയുന്നതാണ് നിയമ ഭേദഗതി. എന്നാൽ നിയമ ഭേദഗതിക്ക് ഇതുവരെ അംഗീകാരമായിട്ടില്ല. ഇതുകൊണ്ടാണ് തീരുമാനം വൈകുന്നതെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ നൽകിയ മറുപടി. ഭാര്യയെ ഭൂതം, പിശാച് എന്നെല്ലാം വിളിക്കുന്നതിനെ ഇന്ത്യൻ ശിക്ഷാ നിയമം 498A പ്രകാരം ക്രൂരതയായി കാണാനാവില്ലെന്ന് പാറ്റ്ന ഹൈക്കോടതി. ഭർത്താവിനും ഭർത്തൃപിതാവിനും എതിരായ യുവതിയുടെ പരാതിയിലാണ് 498A ചുമത്താനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയത്. ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ പരസ്പരം മോശം വാക്കുകൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതിനെ ക്രൂരതയുടെ പരിധിയിൽ കൊണ്ടുവരാനാകില്ല. ഭൂതം, പിശാച് എന്ന ഒരു വ്യക്തിയെ വിളിക്കുന്നത് ക്രൂരതയുടെ പരിധിയിൽ വരുമെന്ന് എതിർഭാഗം അഭിഭാഷകർ പറഞ്ഞു. എന്നാൽ ആ വാദം അംഗീകരിക്കാനാവില്ലെന്ന് ജസ്റ്റിസ് വിവേക് ചൗധരി വ്യക്തമാക്കി. വിചാരണ കോടതി വിധിക്കെതിരെ യുവതിയുടെ ഭർത്താവും പിതാവും നൽകിയ റിവ്യൂ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. സ്ത്രീധനമായി ഭർത്താവും പിതാവും കാർ ആവശ്യപ്പെട്ടതായും സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയും ചെയ്തതായും യുവതി പരാതിപ്പെട്ടിരുന്നു. യുവതിക്കായി ഇവരുടെ പിതാവാണ് കോടതിയെ സമീപിച്ചത്. 1 വർഷത്തെ കഠിന തടവാണ് ഭർത്താവിനും കുടുംബത്തിനും വിചാരണ കോടതി വിധിച്ചത്. മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനായി ശരീഅത്ത് നിയമപ്രകാരമുള്ള കുല അവലംബിക്കാമെന്ന് ഹൈക്കോടതിയുടെ വിധിക്കെതിരായ അപ്പീലിൽ സുപ്രീം കോടതിയുടെ നോട്ടീസ്. ഹൈക്കോടതിയിലെ കേസിലെ ഹർജിക്കാർക്കാണ് നോട്ടീസ്.
ജസ്റ്റിസുമാരായ AS ബൊപ്പണ്ണ, സഞ്ജയ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ മുസ്ലിം സ്ത്രീക്ക് ഏകപക്ഷീയമായി വിവാഹമോചനം നേടാൻ അവകാശമുണ്ടെന്നായിരുന്നു 2021 ഹൈക്കോടതിയുടെ വിധി. മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാമിക വിവാഹമോചന മാർഗമായ കുലാ പ്രകാരം വിവാഹമോചനം നേടാനാവുമെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് അധ്യക്ഷനായ ബെഞ്ച് ആണ് ഉത്തരവിട്ടത്. സ്ത്രീക്ക് വിവാഹമോചനം നേടാൻ ഭർത്താവിനോട് തലാഖ് ആവശ്യപ്പെടണമെന്നും ഏകപക്ഷീയമായ സമ്പൂർണ്ണാവകാശം ഇക്കാര്യത്തിൽ സ്ത്രീക്ക് നൽകുന്നില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ ഹർജിക്കാരുടെ വാദം. എന്നാൽ ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചിരിക്കുന്ന വിവാഹമോചന മാർഗത്തിന് ഭർത്താവിന്റെ സമ്മതവുമായി ബന്ധമില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കുലാമാർഗത്തിന് സാധ്യതയുണ്ടായിരിക്കെ വിവാഹമോചനത്തിനായി സ്ത്രീക്ക് ജുഡീഷ്യൽ സംവിധാനത്തെ ആശ്രയിക്കേണ്ടതില്ലെന്നായിരുന്നു കേരള ഹൈക്കോടതി ഉത്തരവ്. ഇത് ചോദ്യം ചെയ്ത് കേരള മുസ്ലിം ജമായത്തും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരുന്നു. കേരള മുസ്ലിം ജമായത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ബാബു കറുകപ്പാടം ഹാജരായി. ഹർജിക്കാർക്ക് വേണ്ടി അക്രമകാരികളായ 23 ഇനം വിദേശ നായകളുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഉത്തരവ് ഭാഗികമായി കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു. നായകളുടെ പ്രജനനം തടയാൻ നടപടി വേണമെന്ന ഭാഗമാണ് സ്റ്റേ ചെയ്തത്. അക്രമകാരികളായ 23 ഇനം വിദേശ നായകളുടെ ഇറക്കുമതി, വിൽപ്പന, പ്രജനനം എന്നിവ നിരോധിച്ചായിരുന്നു കേന്ദ്ര സർക്കാർ ഉത്തരവ്. അതേസമയം നായകളുടെ ഇറക്കുമതി, വിൽപ്പന എന്നിവയ്ക്ക് നിരോധനം തുടരും. നായപ്രേമികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് TR രവി അംഗമായ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. വിദേശ ഇനം നായകൾക്ക് വന്ധീകരണം നടത്തുമ്പോൾ ആരോഗ്യ പ്രശ്നം ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നായപ്രേമികൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത്. നിലവിൽ വിദേശ നായകളുള്ള ഉടമകൾക്ക് അവയെ വീട്ടിൽ താൽക്കാലികമായി വളർത്താമെന്നും കോടതി പറഞ്ഞു. കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. വേനൽ അവധിക്ക് ശേഷം ഹൈക്കോടതി വിഷയം വിശദമായി പരിഗണിക്കും. ബലാത്സംഗ കേസിൽ വ്യാജരേഖ ഹാജരാക്കി മുൻകൂർ ജാമ്യം നേടിയ മലയൻകീഴ് മുൻ SHO AV സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് P ഗോപിനാഥാണ് ജാമ്യം റദ്ദാക്കിയത്. ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ ഡോക്ടറുടെ ഹർജിയിലാണ് നടപടി. സൈജു GD രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരുന്നു. ഡോക്ടർക്കെതിരെ താൻ നേരത്തെ പരാതി നൽകിയതിന്റെ രേഖയാണ് സ്റ്റേഷനിൽ വ്യാജമായി തിരികെ കയറ്റിയത്. മുൻവൈരാഗ്യമാണ് ബലാത്സംഗ പരാതിക്ക് പിന്നിലെന്ന് വരുത്തുന്നതിനായിരുന്നു ഇത്. വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും സൈജു ബലാത്സംഗം ചെയ്തെന്നായിരുന്നു ഡോക്ടറുടെ പരാതി. പുലയ സമുദായത്തിൽപ്പെട്ട മാതാവിനും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട പിതാവിനും പിറന്ന പെൺകുട്ടിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് പുലയ സമുദായാംഗമാണെന്ന സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ വൈക്കം തഹസിൽദാർക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകി. മറ്റെല്ലാ ഘടകങ്ങളും അനുകൂലമാണെന്നിരിക്കെ 1 മാസത്തിനകം സർട്ടിഫിക്കറ്റ് നൽകണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ്. വ്യത്യസ്ത സമുദായങ്ങളിലുള്ളവരാണെങ്കിലും ജീവിത സാഹചര്യം കൂടി കണക്കിലെടുക്കണമെന്ന് കോടതി നിരീക്ഷിച്ചു. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നോക്കാവസ്ഥ അനുഭവിച്ചാണ് കുട്ടി വളർന്നതെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താണിത്. ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരായ ദമ്പതികൾ അതേ രീതിയിലാണ് ജീവിക്കുന്നതെന്ന് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് അമിക്കസ് ക്യൂറി വ്യക്തമാക്കി. റവന്യൂ സെക്രട്ടറി അടക്കമുള്ളവരെ എതിർകക്ഷികളാക്കി കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ സ്വദേശിനിയാണ് ഹർജി നൽകിയത്. ഭർത്താവ് ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാത്തത് കണക്കിലെടുത്താണ് സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നത്. വ്യത്യസ്ത സമുദായങ്ങളിലുള്ളവരെന്ന് വിലയിരുത്തി RDOയും അപേക്ഷ നിരസിക്കുകയായിരുന്നു. പുലയ സമുദായത്തിൽപ്പെട്ട കുട്ടിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിനാണ് അപേക്ഷ നൽകിയതെന്നും നേരത്തെ ഈ സർട്ടിഫിക്കറ്റ് അനുവദിച്ചിട്ടുണ്ടെന്നും ഹർജിയിൽ ബോധിപ്പിച്ചു. ഭർത്താവ് കിടപ്പ് രോഗിയായതിനാൽ കുടുംബം സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. വില്ലേജ് ഓഫീസർ അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും തഹസിൽദാർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചു. പട്ടിക വിഭാഗക്കാരെ വിവാഹം കഴിച്ച മറ്റു മതസ്ഥർ മതം മാറാത്ത പക്ഷം പട്ടികജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കില്ലെന്ന സർക്കാർ ഉത്തരവുകളൊന്നും തന്നെ നിലവിലില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.